ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീസഫ്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു എയർപോർട്ട് വ്ളോഗാണ്. എൻ്റെ ഉമ്മി ദുബായി പോവാണ്. അപ്പം ഞങ്ങൾ അതിനായിട്ട് എൻ്റെ മാമന്മാരാണ് പാക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ പാപ്പയ്ക്ക് എന്തോ പപ്പായൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ അനിയത്തിയാണ്, ഒരു മാമാടെ ഒരു മോളാണ്. ഇതാണ് എൻ്റെ ആമി. ഇവർക്ക് യൂട്യൂബ് ചാനലുണ്ട്. അപ്പം ഉമ്മയുടെ പാക്കിംഗ് ഒക്കെ ഒരുവിധം സെറ്റായി. അപ്പോൾ അതിന് വെയിറ്റൊക്കെ ഒന്ന് സെറ്റാക്കി കഴിഞ്ഞ് എല്ലാവരുടെ യാത്ര പറഞ്ഞ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. ഞാനും മാമിയും മാമിയുടെ മോൾ, എൻ്റെ കസിൻ സിസ്റ്ററും, പിന്നെ എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദറും എൻ്റെ വല്ലാപ്പയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ എയർപോർട്ടിൽ പോകുന്നത്. അപ്പം എൻ്റെ സിസ്റ്ററിനെ കൊണ്ടുപോകുന്നില്ല. ഉമ്മി ഒരു പ്രാവശ്യം പോയപ്പോൾ അവളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഉമ്മിക്കും വാപ്പയ്ക്കും ജോലി ഉള്ളതുകൊണ്ട് അവൾ ഇവിടെ നിർത്തിയിട്ടാണ് പോകുന്നത്. അവൾ ഒറ്റക്കൊക്കെ നിൽക്കും, ബട്ട് എന്നാലും ഉമ്മയെ കാണാത്തൊരു വിഷമമുണ്ട്. ഉമ്മിക്കും ആ ഒരു വിഷമമുണ്ട്. അങ്ങനെ മാമാമാരൊക്കെ ലഗേജ് വെക്കാൻ കാറിന് അങ്ങോട്ട് പോയി. അപ്പം ഞങ്ങളുടെ കയ്യിലും കുറച്ച് കിറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൂടെ ആ ഒരു കാറിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ എയർപോർട്ട് എത്തിയപ്പം ഭയങ്കര എയർപോർട്ടിൻ്റെ സെക്കൻഡ് ഫ്ലോർ ഭയങ്കര ഇമോഷൻസ് ഉള്ള സ്ഥലമാണ് ഗൈസ്. എൻ്റെ ഭാപ്പി പോകുമ്പോഴും ഉമ്മി പോകുമ്പോഴൊക്കെ ഞാൻ കരയും. ഈ പ്രാവശ്യം ഞാൻ അത്ര കരഞ്ഞില്ല. എൻ്റെ കണ്ണിൽ നിന്ന് ജസ്റ്റ് വെള്ളം വന്നത് മാത്രമേ ഉള്ളായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എന്തൊരു കരച്ചിലായിരുന്നു ഗൈസ്. അവിടെയുള്ള ആൾക്കാരൊക്കെ എന്നെ തന്നെ നോക്കുമായിരുന്നു. എനിക്കാണ് ഇപ്പോൾ ഓർത്തിട്ട് നാണക്കേട് വരുന്നുണ്ട്. അങ്ങനെ ഉമ്മയുടെ ലഗേജൊക്കെ ആയിട്ട് എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി. ഉമ്മയ്ക്ക് 2:10 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ 11:10 അവിടെ റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ് ഉമ്മ കയറിപ്പോയി. ഞങ്ങളൊന്ന് വാഷ്റൂമിലൊക്കെ പോയി. കാരണം ഒരേ ഇരുന്ന് എനിക്കാണ് വാഷ്റൂമൊക്കെ പോകണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഫ്രഷായി ഒന്ന് മുഖവും കൈയൊക്കെ കഴുകി. അങ്ങനെ ഞങ്ങൾ ഉമ്മി വിളിച്ച് പറഞ്ഞ് പൊക്കോന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങളുടെ വണ്ടിയൊക്കെ വന്ന് ഞങ്ങൾ പോയി. അത് കഴിഞ്ഞ് ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ ഒരു കടയിൽ കയറി. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ്